കേട്ടോ. 4 രൂപ കൈക്കാർക്ക് നാടും കൂടി വിടാനാ അറിയാം. 4 രൂപയുള്ളവർക്ക് നാടും കൂടി വിടാണ്. നാടും കൂടി വിടാണ്. 4 രൂപ കേട്ടോ. ഇത് കുറവുണ്ടല്ലോ. ഇതിന് പറ്റിയില്ല കേട്ടോ. ഇതിന് വന്നില്ല. സപ്പോർട്ട് ലൈനാണ് കേട്ടോ. അപ്പം അത് കണക്കാക്കണ്ട. അത് തന്നെ ഉണ്ട് നോക്കി കേട്ടോ. അന്യ നാട്ടിൽ പോയിട്ട് വിദ്യ പഠിക്കാനും തൊഴിലെടുത്ത് ജീവിക്കാനും ഭാഗ്യമുണ്ട്. മനസ്സിലായില്ലേ? ജന്മനാട് കൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. ഇതെന്താ ഓട്ട കയ്യൊന്നുമില്ല. പൈസകളൊക്കെ വരും, മേടിക്കണ്ട കേട്ടോ. പൈസനൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര കളിക്കുകയാകുന്നു. മനസ്സിലായില്ലേ? പെട്ടെന്ന് കേട്ടോന്ന് വലിയ ആയിട്ടില്ല. പെട്ടെന്നൊരു കാര്യം ചെയ്യാനായിട്ടില്ല. പെട്ടെന്ന് തീരുമാനം എടുക്കാനായിട്ടില്ല കേട്ടോ. ഒക്കെ ആവാൻ പോകുന്നേയുള്ളൂ. ഇതെന്താ നമ്മളെ കയ്യെങ്കിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇക്കടക്കുന്ന രേഖയൊക്കെ ആലോചിക്കുക. ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധി വേണ്ടവരെ സ്നേഹിക്കാനും വേണ്ടത്ര കൈകാര്യമൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെന്താ നമുക്ക് കയ്യെങ്കിൽ വെച്ച് അച്ഛൻ, അമ്മ, അമ്മോവൻ, 4 സ്വന്തപ്പെട്ട കൂടപ്പുറത്തുകൾ. അച്ഛനും അമ്മയും അമ്മോവൻ, അമ്മേൻ്റെ ആങ്ങള, 4 സ്വന്തപ്പെട്ട കൂടപ്പുറത്തുകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം സ്വപ്പം കുറയണമെന്നാണ് പറയുക. ഭാഗ്യമില്ലാന്ന് സ്വപ്പം കുറഞ്ഞിരിക്കണം. അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അമ്മാവൻ, ആങ്ങളമാർ, കൂടപ്പുറത്തുകൾ എല്ലാവരും കൂടി ഉണ്ടാവും. ഇത് ഒരുമിക്കാൻ യോഗമില്ല അല്ലേ? ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം കുറവ്. അച്ഛനും അമ്മയും അമ്മാവനും കൂടപ്പുറത്തുകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരുമിക്കാൻ ഭാഗ്യമില്ല കേട്ടോ. ഇവരൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് എപ്പോഴും മനപ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് പറയും. അമ്മയ്ക്ക് ആരോഗ്യപരമായ ക്ഷീണങ്ങൾ അനുഭവിക്കാം, അല്ലെങ്കിൽ അച്ഛന് കേട്ടോ. ഏതെങ്കിലും ഒരാൾക്ക് ആരോഗ്യപരമായ ക്ഷീണങ്ങൾ അനുഭവിക്കേണ്ട ടൈം വേണമെന്ന് അറിയാം. മനസ്സിലായില്ലേ? പിന്നെന്താ, ഇന്ന് നമ്മളെ കയ്യങ്കരി വെച്ച് തന്നെ എന്നിട്ട് സ്വന്തം ബുദ്ധി, സ്വന്തം അഭിപ്രായമുള്ള മോളാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഒറ്റൻ്റെ അഭിപ്രായം കേൾക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? പക്ഷെ മോളെന്ന് ചിന്തിക്കുക എന്ത് കാര്യം കേട്ടാലും കേട്ടോ. ഇതെന്താന്ന് നമ്മളെ കയ്യങ്കരി വെച്ചിട്ട് തന്നെ സ്നേഹിച്ചതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളപ്പോഴേ കൂട്ടുകാരികളെ ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ എല്ലാവരായിട്ട് ഇണങ്ങൂല. മനസ്സിലായില്ലേ? മനസ്സിലിണങ്ങിയ കൂട്ടുകാരികൾ 1 2 പേര്. മനസ്സിലായോ? പക്ഷെ നമ്മൾ എന്ത് സംഗതി ഉണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയുന്നൊരു മോളല്ല. പറയും ഇഷ്ടപ്പെട്ട ആളോട് മാത്രം. എല്ലാവരോടും തുറന്ന് പറയും കേട്ടോ. നമ്മുടെ മനസ്സ് കേട്ടോ. നമ്മൾ കണക്കെടുക്കുന്നുണ്ടാ അവരോട് പറഞ്ഞിട്ടിപ്പിക്കുക എന്തെങ്കിലും കാര്യം കിട്ടുമോ? ഇല്ല. നമുക്ക് കേട്ടോ ദൈവം തിരിച്ച പോലെ വരും. എന്ന് മാത്രമേ കണക്കെടുക്കുന്നൊരു മോളാണ്. മനസ്സിലായോ? അപ്പോൾ എന്തും സഹിച്ച് മുന്നോട്ട് പോകാമെന്ന് ഉദ്ദേശപ്പെട്ട കുട്ടിയാണ്. നീ പരിശ്രമിക്കാൻ ഭാഗ്യമുള്ളൂ. മനസ്സിലായില്ലേ? നീ നിൻ്റെതായിട്ടുള്ള കാര്യം കൊണ്ട് നീ പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് കേട്ടോ. ആ പരിശ്രമം കൊണ്ടാണ് നീ വിജയിച്ച് ചെയ്യുക. ദൈവത്തിന് അനുകൂലങ്ങളൊക്കെ നിൽക്കും കിട്ടും ചെയ്യും കേട്ടോ. ദൈവാധീനങ്ങളും ദൈവാനുകൂലങ്ങളൊക്കെ ഉള്ള മോളാണ്. മനസ്സിലായില്ലേ? പിന്നെന്താ മോളെ, നിൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഈ കിടക്കുന്ന രേഖയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് വിവാഹരേഖ. വിവാഹരേഖ നമുക്ക് 1 തന്നെ ഉള്ളൂ കേട്ടോ. 1 കെട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് അങ്ങോട്ട് എത്തിച്ചേരും. നെലി 5 കുടുംബത്തിൽ പിന്നെ കാലെടുത്ത് വെക്കും കേട്ടോ. നല്ല നെലി 5 കുടുംബത്തിക്കാണ് നീ പോകാന്ന്. അതാണ് കാലെടുത്ത് വെക്കാന്ന്. എങ്ങനെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ഇഷ്ടപ്പെട്ട ഉണ്ടാവുള്ളൂ. ലവാ? എന്റെ ഓർമ്മയില്ലല്ലോ. ഇഷ്ടപ്പെട്ടവരെ കിട്ടുള്ളൂ പറഞ്ഞു. എനിക്കോ ഇവിടെ അങ്ങനെ തന്നെയാ. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് താമസമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കുറഞ്ഞൊക്കെ ഓടുന്നു ചിന്തിക്ക് അങ്ങനെ രക്ഷകരം പിന്നെ ഇഷ്ടപ്പെടുള്ളൂ. മനസ്സിലായില്ലേ? പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് കയറിയിട്ട് എനിക്കൊന്നുമില്ലേ ഉള്ളൂ. അപ്പോൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് നമ്മളെ കയ്യങ്കരി വെച്ചിട്ട് തന്നെ ഈ കിടക്കുന്ന രേഖയൊക്കെ നല്ല രേഖ മോളെ കേട്ടോ. ഉണ്ടോ? ഇതൊക്കെ മോശമാണ്. ഇതൊക്കെ മോശമാണ് കേട്ടോ. ഇതൊക്കെ മോശമാണ്. എന്താണ് സംഭവം? ഇത് രേഖ മോങ്ങിനാട്ടുണ്ടെങ്കിൽ സ്വത്ത് വെക്കാനെ പറ്റി കുഴപ്പങ്ങളുടെ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ടൈമാണ് ആ കുടുംബത്തിൽ. മനസ്സിലായില്ല? ആ കുടുംബത്തിലേ സ്വത്ത് മുതലിനെ പറ്റിയിട്ട് പ്രശ്നങ്ങളൊക്കെ വരണമെന്നാണ്. ആരുടെ സ്വത്ത്? നിങ്ങളെ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ ഒക്കെ സ്വത്തുക്കളുണ്ടാവുമല്ലോ. പ്രശ്നം. അതിലുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെ വേണം കേട്ടോ. വാക്ക് തർക്കങ്ങൾ, മിന്നിട്ടുകൾ കേട്ടോ. കുടുംബത്തിൽ കേട്ടോ. നമുക്ക് അതിന് പറ്റിയിട്ട് കുറഞ്ഞ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ടൈം വേണമെന്ന് അറിയാം. നോക്കല്ല കുടുംബത്തിലുള്ളവർക്ക് കേട്ടോ. അപ്പോൾ വിട്ടുകൊടുക്കാനുള്ള മുതലുകളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം. കൊടുക്കാനുള്ളത് നമുക്ക് അവകാശപ്പെട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ടെന്നാ. അപ്പോൾ വിട്ടുകൊടുക്കേണ്ട മുതൽ വിട്ടുകൊടുക്കാൻ, നേടിക്കെട്ടിട്ട് നമ്മൾ നേടിക്കെട്ടും ചെയ്യാം. നേടി വേണം കിട്ടും
കേട്ടോ. നേടാനും കിട്ടാനും യോഗം നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? 10 പണം അടക്കേണ്ടവർക്ക് 10 വാക്കുകൊണ്ട് വിജയിച്ച് വരണം എന്ന് പറയാം. മനസ്സിലായ മോളെ? പിന്നെന്താ, നമ്മളെ കയ്യിൽ വെച്ച് ഉയർന്ന് നിൽക്കുക നമുക്ക് കേട്ടോ. ഉയർന്ന് നിൽക്കുക, അപ്പോഴാ ഉയർച്ചകളൊക്കെ നേടും. ആ, ബുദ്ധിയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഒരുവിധം ഒത്തിരിയൊക്കെ ബുദ്ധിയുള്ള കുട്ടിയാ കേട്ടോ. ഒരാളെ വാക്കും പെട്ടെന്ന് കേൾക്കൂല. മനസ്സിലായില്ലേ? ആ കണ്ണു മുമ്പിൽ കാണണം, ചെവി കേൾക്കണം. ആ കാര്യം കണ്ണു മുമ്പിൽ കാണണം നമ്മൾ എന്ത് കാര്യവും, ചെവി കേൾക്കണം. ആ കാര്യം കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം കൊണ്ട് മനസ്സിലേക്ക് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആരോ എന്തോ പറഞ്ഞു കേട്ടു ഇത്രേ നമ്മൾ കണക്കെടുക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കണ്ണുമ്പിൽ കാണാൻ, ചെവി കേൾക്കുക എന്നെങ്കിൽ കഴിയുള്ളൂ. പിന്നെന്താ മോളെ, നിൻ്റെ കയ്യെങ്കിൽ വെച്ച് തന്നെ ഈ കിടക്കുന്ന രേഖയൊക്കെ നല്ല രേഖ തന്നെയാണ് കേട്ടോ. കയ്യിൽ നിന്ന് ഓട്ട കൈയല്ല, പൈസകളൊക്കെ നമ്മളെ കയ്യിൽ വരും. അതുകൊണ്ട് കൈകാര്യം ചെയ്യും കേട്ടോ. വാഹനം വാങ്ങും. വാഹനങ്ങളൊക്കെ എടുക്കാൻ യോഗം കൊണ്ട് നോക്കും. വാഹനമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യും കേട്ടോ. അതിനൊക്കെ യോഗമുള്ള മോളാണ്. അപ്പോൾ യാത്രയിൽ കൂടെയൊക്കെ നീ ഭാഗ്യവതിയാകും. അപ്പോൾ നാടൊക്കെ വിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ ഭാഗ്യം ഉണ്ടാകും കേട്ടോ. ഓ, യാത്രയെ നാടൊക്കെ വിട്ടിട്ടേ തൊഴിലെടുത്ത് ജീവിക്കാൻ ഭാഗ്യമുള്ള മോളാണ് എന്ന് ഞാൻ കയ്യിൽ കിടക്കുന്നത്. പിന്നെന്താ, നമ്മളെ കയ്യെങ്കിൽ വെച്ച് തന്നെ കൂടുതൽ കൂടപ്പുറപ്പുകളൊന്നും ഇല്ല കേട്ടോ. അമ്മയ്ക്ക് തോനെ മക്കളൊന്നും ഇല്ല. മോളമ്മയ്ക്ക് തോനെ മക്കൾ നിങ്ങളില്ലാന്ന്, കുറഞ്ഞ മക്കളെ ഉള്ളൂന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഉള്ള മക്കളെ കൊണ്ടുള്ള സ്നേഹം അമ്മയ്ക്ക് എപ്പോഴും കിട്ടണമെന്ന് ആ അമ്മയ്ക്ക് കേട്ടോ. അമ്മ അത്രയും കഷ്ടപ്പെട്ടവളാ. മനസ്സിലായില്ലേ? അമ്മ ചെറുപ്പം തൊട്ടിട്ടുള്ള കഷ്ടപ്പാട് ഇന്നും തീർന്നിട്ടില്ല അമ്മയ്ക്ക്. മനസ്സിലായോ? ഇന്നും അമ്മേൻ്റെ മനസ്സിൽ വേച്ചാറാണ് കേട്ടോ. സമാധാനമില്ല, സ്വസ്ഥതയോട് കൂടി അമ്മ ജീവിച്ചിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾക്കങ്ങ് മക്കളായി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ചെറുതാകുമ്പോൾ അമ്മ വിചാരിച്ചു എൻ്റെ മക്കളൊക്കെ ആളായി തീർന്നു കിട്ടി എൻ്റെ എല്ലാ വിഷമം തീരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ആളായിട്ടുണ്ട്. പക്ഷെ ഇന്നും നിങ്ങൾ ആ മക്കളിൽ നിന്നുള്ള സമാധാനം അമ്മയ്ക്ക് ഇന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്വസ്ഥത ഇല്ല. അച്ഛൻ എന്ന് പറഞ്ഞ കക്ഷി കേട്ടോ അധ്വാനിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് തന്നെ വലിയ മെച്ചമില്ല. അധ്വാനിക്കുന്നുണ്ടെങ്കിലും വലിയ മെച്ചമില്ല. മനസ്സിലായില്ലേ? അധ്വാനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ആരോഗ്യപരമായിട്ട് ക്ഷീണങ്ങളൊക്കെ അനുഭവിക്കുന്ന അച്ഛൻ. മനസ്സിലായില്ലേ? അപ്പോൾ കുറഞ്ഞൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ വിഷമം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാ? ആ, ആരോഗ്യപരമായിട്ട് ക്ഷീണങ്ങളൊക്കെ അച്ഛന് കഴിഞ്ഞു. ഇപ്പില്ലാന്നാ? ആരോഗ്യപരമായിട്ട് ക്ഷീണങ്ങൾ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പോയ അച്ഛനാണ് കേട്ടോ. ഏതാണ് ആ കഴിയുന്നത്. പിന്നെന്താ, അന്ന് നമ്മളെ കയ്യെങ്കിൽ വെച്ച് തന്നെ നമ്മളെ കുടുംബത്തിൽ കേട്ടോ കച്ചറയും മക്കളും ഉണ്ടാക്കാൻ നോക്കിയ ആൾക്കാർ ഒന്നും കൂടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഇനിയും കച്ചറയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് കുടുംബത്തില്. താന്ന് കിടക്കുന്ന കാര്യം എങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാ വേണ്ടപ്പെട്ടവരെന്നെ കേട്ടോ. വേണ്ടപ്പെട്ടവരെന്നായിട്ടാ, അന്യന്മാരാരുമല്ല കേട്ടോ. ചോരബന്ധം നമുക്ക് ശത്രുവാണ്. സ്നേഹബന്ധമാണ് കൂടുതൽ കുടുംബം. അതായത് ചോരയിലുള്ള ആൾക്കാരെ കഴിഞ്ഞാൽ സ്നേഹബന്ധമാണ് നല്ലതെന്നാ? അങ്ങനെയല്ല, ചോരബന്ധമാണ് നമുക്ക് ശത്രുന്ന്. രക്തബന്ധം നമുക്ക് ശത്രുക്കളാണ്, സ്നേഹമുള്ളവരാണ് ബന്ധമായിട്ട് പുറത്തുനിന്നുള്ളവരാണ് നല്ലതെന്ന്. പക്ഷെ എന്താ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമ്മൾ കണക്കെടുക്കുന്ന എന്താ, വരുന്നവർ വന്നാൽ മതി, ഇല്ലാത്തവർ വരും വേണ്ട എന്നേ ഉള്ളൂ കേട്ടാ. മക്കളായി നിങ്ങൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും നിറവേറി കഴിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും മക്കൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളില്ലേ, അതൊന്നും മുഴുവനായിട്ട് നിറവേറിയിട്ടില്ല കേട്ടാ. ചെലവുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ. സന്തോഷപ്പെട്ട ചെലവുകളൊക്കെ നടക്കാനുണ്ട്. ഇനി നടക്കാനാണ് ദുഃഖപ്പെട്ടു പോകുന്നല്ല കേട്ടോ. പിന്നെന്താ, നിങ്ങളെ വീട്ടിൽ കേട്ടോ ഇരിക്കുന്ന വീടൊന്ന് നന്നാക്കണം. ഇരിക്കുന്ന വീട് മാറ്റങ്ങളൊക്കെ വരേണ്ടതായിരുന്നു. കഴിഞ്ഞ കാലം മാറേണ്ടതായിരുന്നു. മാറിയോ നിങ്ങളുടെ വീട്? വീട് എടുക്കുക, പുതിയ വീട് എടുക്കുക. പുതിയ ഭവനങ്ങളൊക്കെ മാറി താമസിക്കണമെന്നാണ് പറയുക. അച്ഛൻ്റെ വീട് അച്ഛനും വീട്, അമ്മേൻ്റെ വീട് അമ്മയും വീട്. അച്ഛനും അമ്മേൻ്റെ അധ്വാനം കൊണ്ട് മൂന്നാമത്തെ വീട്ടിലിരിക്കാൻ ഭാഗ്യങ്ങൾ വേണമെന്നാണ് അമ്മയ്ക്ക്. അറിയോ നിങ്ങളുടെ വീട്? ആ മൂന്നാമത്തെ വീടാണ് ഇപ്പം അമ്മയ്ക്കില്ലേ. ആ ഭവനത്തിൽ ഒന്നും കൂടി ഒന്ന് കാട്ടിക്കൂട്ടി ഒപ്പിക്കാനുണ്ട് കേട്ടോ. മനസ്സിലായോ? ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വന്നിട്ടുണ്ട്. ആയിട്ട് ഇനി ഒന്നും കൂടി നന്നാക്കണം, ശോഭ കൂട്ടണം. അപ്പോൾ ചിലവും ഉണ്ട്, സന്തോഷപ്പെട്ട ചിലവ് നടത്തണം കേട്ടോ. അതിലൊക്കെ കൂടി വരൂലെന്ന് പറഞ്ഞവരൊക്കെ വന്നിരുന്നിക്കും. അവരെ കാൽ പിടിക്കാൻ പോകണ്ടാണ്. എന്തോ വരൂലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ വരെ വരുമെന്ന്. എപ്പോൾ? ആ ചിലവ് ചൊല്ലിയിട്ട് വീട്ടിൽ ചിലവുണ്ട്. ചിലവെന്ന് പറയുമ്പോൾ സന്തോഷപ്പെട്ട പരിപാടി ഉണ്ട്, എല്ലാവരും വരുന്ന അതൊക്കെ വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവരെ കാൽ പിടിക്കാൻ പോകണ്ട, അങ്ങോട്ട് കാല് പിടിക്കാൻ പോകണ്ടെന്നാ നമ്മൾ കേട്ടോ. അറിഞ്ഞുകൊണ്ട് തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് വന്നോളൂ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങളും നമ്മൾ കണക്കെടുക്കണ്ട. വിരിക്ക് വെച്ച എല്ലാ ഗുണങ്ങളും കിട്ടാൻ യോഗം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കയ്യെങ്കിൽ വെച്ച് തന്നെ ബുദ്ധിയൊക്കെ ഉണ്ട്, നേരെ ബുദ്ധിയാണ് നോക്കുക കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന നിലയിൽ നമ്മൾ എത്തി നല്ലതായിട്ട് എത്താൻ യോഗമുണ്ട് കേട്ടോ. പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടേ അനുസരിച്ച തൊഴിലെടുത്ത് ജീവിക്കാൻ ഭാഗ്യം വേണമെന്ന്
മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന തൊഴിലുണ്ടോ? പഠിക്കുന്നു. പഠിക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന എന്നാലും നമുക്ക് കേട്ടോ തൊഴിലും വിദ്യയും കൂടി ഒപ്പം കൊണ്ടുപോകാനുള്ള യോഗം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് തൊഴിലും എടുക്കാം, വിദ്യയും പഠിക്കാം. കഷ്ടപ്പാടൊക്കെ മാറോ? കഷ്ടപ്പാട് മാറും. അതിനല്ലേ നീ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. നീ ഇറങ്ങി പ്രവർത്തിക്കണം, എന്നാലേ നിന്റെ കഷ്ടപ്പാടൊക്കെ മാറുള്ളൂ. മനസ്സിലായില്ലേ? കുറേ കഷ്ടപ്പാടുള്ള കുടുംബമാണ്. മനസ്സിലായോ? അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരണം നിങ്ങൾ. അപ്പോൾ നിങ്ങളായ മക്കളിൽ നിന്ന് സന്തോഷിക്കാനുള്ള ഭാഗ്യമുള്ളൂ അച്ഛനമ്മയ്ക്ക് കേട്ടോ. അല്ലാതെ കണ്ടിട്ട് സന്തോഷങ്ങളൊന്നും അടുത്ത് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അവരെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് കൊണ്ടിറക്കുന്ന പറയാം. മനസ്സിലായില്ലേ? അതിനൊക്കെ വിജയിക്കും കേട്ടോ. അപ്പോൾ എവിടെ നമ്മൾ പോയാലും കഷ്ടപ്പെടാതെ കണ്ട് അഭിമാനത്തോടു കൂടി വിജയിക്കും. വിവാഹ സ്ഥാനത്ത് നീ ഒന്നെ ഉള്ളൂ കേട്ടോ. ഒരാളെ ഉള്ളൂ. നീ തന്നെ കണ്ടെത്തും. അതേ പറഞ്ഞത് നീ പെട്ടെന്ന് പോയി വെച്ചാടി ഇറങ്ങി പ്രവർത്തിക്കൂലെന്ന് പറഞ്ഞില്ലേ? നല്ല മാത്രമേ നിനക്ക് കിട്ടുള്ളൂ. നല്ലതേ കിട്ടുള്ളൂ. കേട്ടാ, മക്കൾ നിനക്ക് 2 മക്കൾക്ക് തന്നെ നീ അമ്മയാവുള്ളൂ കേട്ടോ. 2 മക്കൾക്ക് അമ്മയാവും. നല്ല ബന്ധമായിരിക്കും. അതിലെ പറഞ്ഞ നല്ല ബന്ധം മാത്രമേ മോൾക്ക് സ്വീകരിക്കുള്ളൂ കേട്ടാ. എവിടെ മോൾ പോയാലും കഷ്ടപ്പെടാതെ കണ്ടിട്ട് അഭിമാനത്തോടു കൂടി വിജയിക്കേണ്ട ഒരു ഭാഗ്യം മോളെ കയ്യിലുണ്ട്. ആര് മോളെ തോൽപ്പിച്ചാലോ ദൈവം നിന്നെ ഒന്നുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. ഡീസൻ്റായിട്ട് മുന്നോട്ട് പോകും. തൊഴിൽ കൊണ്ട് നീ വിജയിക്കും. ഇവരെ നാട്ടിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കാൻ ഭാഗ്യമുണ്ട്. വേറെ നാട്ടില് അപ്പോൾ വിദ്യ പഠിച്ചിട്ടേ ദൂരെ വൈകി നാട്ടിൽ പോയിട്ട് വിദ്യ പഠിക്കാനും തൊഴിലെടുത്ത് ജീവിക്കാനൊക്കെ ഭാഗ്യമുള്ള മോളാണ്. മനസ്സിലായില്ലേ? എൻ്റോടുള്ള മോൾ ആരടാന്ന് വെച്ചാൽ ഞാനടാന്ന് പറയുന്ന മോളാണ് കേട്ടോ. എത്ര പ്രായത്തിലാ ഇപ്പത്തേനും രക്ഷപ്പെടാ? ഇപ്പൊ ഒരു 20 എനിക്ക് 23 കഴിയണം. 21 കഴിഞ്ഞാല് രക്ഷപ്പെടോ? ചേച്ചി എനിക്കോ? പകുതി വിഷമങ്ങളൊക്കെ തീരും. എനിക്ക് ചേച്ചി എനിക്ക് എത്ര വയസ്സായി മോളെ? 20 വയസ്സല്ലേ? പക്ഷെ എനിക്ക് 22 വയസ്സിൻ്റെ മേപ്പോട്ട് വെച്ചിട്ട് പല കാര്യങ്ങൾ നിറവേറാനുണ്ട്. ഇനി നിറവേറാനുണ്ടെന്നാ? എനിക്കപ്പോൾ 23 കഴിഞ്ഞാൽ ഭാഗ്യം വരുമോ? രക്ഷപ്പെടുമെന്ന് ചോദിച്ചു വെക്കുകയാണെങ്കിൽ നിന്റെ പരിശ്രമം കൊണ്ട് വിജയിക്കേണ്ട ഭാഗ്യമുണ്ട്. പരിശ്രമം കൊണ്ട് വെറുതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടൂല. ഇല്ല. നമ്മൾ പരിശ്രമം കൊണ്ടല്ലേ നമ്മളെല്ലാം നേടിയെടുക്കുക. ആഗ്രഹിക്കുന്നൊക്കെ. പക്ഷെ നമ്മൾ നേടിയെടുക്കാൻ ഇറങ്ങി പ്രവർത്തിക്കണം. ദൈവത്തിന്റെ അനുകൂലം കൂടി നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാലേ നമുക്ക് നേടുള്ളൂ. അതിൽ പല വിഷമങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ പറയുക കേട്ടോ. പല വിഷമങ്ങളും പലതുണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണം കിട്ടുള്ളൂ കേട്ടോ. എന്നോട് തൻ്റെയോടും ആയുസ്സും ആരോഗ്യം ബുദ്ധിയൊക്കെ ഉള്ള മോളാണ്. മനസ്സിലായില്ലേ? അതൊക്കെ വിജയിക്കും കേട്ടോ.